പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ടു. കാറ്റും കോളും വരുമ്പോൾ കടക്ഷോഭ കാലങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ദൈവിക നിലപാടുകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ വീണ്ടും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും പ്രത്യാശയോടെ ഇരിക്കണം. കൃപാസനത്തിൻ്റെ ആരാധനയും നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ മധ്യസ്ഥം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാം അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അമ്മയെ മധ്യസ്ഥയാക്കിക്കൊണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട്. നമുക്ക് 12,500 പേര് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ലോക്ക്ഡൗണോടുകൂടി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഓൺലൈനും ഉള്ള സാധ്യതയും തീരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുമ്പ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് മാറ്റണം. ഈ നിമിഷം മുഴുവൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ വന്ന് കർത്താവേ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവരെ, ഇപ്പോൾ ഓൾറെഡി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അവരുടെ ജീവിത ആവശ്യങ്ങളിൽ ഈ ആരാധനയെ ആശ്രയിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവേ സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ലോകം മുഴുവനും വേണ്ടി കർത്താവേ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ഈശോ അങ്ങയുടെ വലത്തുകരം ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവേ. അക്ഷരാർത്ഥത്തിലെ യേശു ക്രിസ്തുവിന്റെ സൗഖ്യം ഈ നിമിഷം അവർക്ക് അനുഭവേദ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മക്കളെ, തൊക്ക് ശരീരം മുഴുവനും ഇപ്പം മുടിക്കൊഴിച്ചിലുൾപ്പെടെ മൂർധാവിൽ ഉള്ള മുടി ഇങ്ങനെ ശരീരത്തിൽ തലയുടെ മുടികൊഴിച്ചിലുൾപ്പെടെ കടുത്ത തലവേദന, കണ്ണിൻ്റെ എരിച്ചിലും പുകച്ചിലും, നാവിൻ്റെ ഉള്ളിലുള്ള പൊട്ടലുകൾ, ശരീരം മുഴുവൻ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മുഴകൾ, സിസ്റ്റുകൾ, അതുപോലെ കുരു, അതുപോലെ ചൊറി, ചിരങ്ങ്, ഇതുപോലെയുള്ള വിസർപ്പ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള രോഗികൾ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ നിങ്ങളുടെ അറിവുള്ളവർക്കൊക്കെ ഈ രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിസർപ്പ രോഗികളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ദിവ്യകാരുണ്യമേ ഇപ്പോൾ കഴുകണമേ. കർത്താവേ, ത്വക്ക് രോഗികളെ, ചിരങ്ങ് രോഗികളെ, ചൊറി പിടിച്ചവരെ, ചുണങ്ങ് പിടിച്ചവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ശരീരത്തിലെ വടുക്കളുള്ളവരെ, സിസ്റ്റുള്ളവരെ, മാറി മാറി വിഷപ്പൊട്ടുകള് ഉണ്ടാകുന്നവരുടെ മേൽ കർത്താവിന്റെ രക്തം തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവമേ, കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ
യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, ഓരോ വിഷയങ്ങൾ അച്ഛൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സങ്കടം തോന്നണം. ഇപ്പം വിവാഹമോചനമെന്ന് പറയണില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹമോചനമൊന്നും വീട്ടിലുണ്ടാകത്തില്ല. പക്ഷേ അതുള്ള വീട്ടിനെക്കുറിച്ച് നമ്മുടെ വീട്ടിലാണ് അതങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വഴി എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമില്ലെന്ന് വിശ്വാസി മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഈ പൗലോസിനെ പോലെ കപ്പൽ മുഴുവൻ മൊത്തം ഇടിച്ച് തകരാൻ പോയാലും എൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കണം. ഒരാളുണ്ടെങ്കിൽ ദൈവം കുടുംബത്തെ സംരക്ഷിക്കുമെന്നല്ലേ നമ്മളെ വചനം കേട്ടത്. അത് സത്യമായ അനുഭവമാണ്. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, അതിന്റെ മൂലം വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കള്, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിത രീതികള്, വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവമഹത്വമില്ലാത്ത, ദൈവത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങള്, കർത്താവേ നീ സന്ദർശിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ തകർന്ന കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിലെ സമുദ്ധരിക്കപ്പെടട്ടെ. എനിക്കായി കരുതുന്നവൻ, സന്തോഷത്തോടെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമ്പത്തിക തകർച്ച ഒരു വലിയ വിഷയമായി വരികയാണ്. രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിച്ചാൽ മാത്രമേ പ്രജകളെ സാമ്പത്തിക ശക്തിയിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വ്യക്തികളെ സാമ്പത്തികമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് േക്കാൾ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിക്കത്തുള്ളൂ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം, സംസ്ഥാനവും സാമ്പത്തിക വ്യവസ്ഥിതികളെല്ലാം ശക്തിപ്പെട്ടുകൊണ്ട് എല്ലാ പ്രജകൾക്കും എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായ ജീവിതമാർഗം ലഭിക്കുന്നതിനായി ദൈവമേ പുതിയ വഴികള്, പുതിയ ലോകത്ത് നീ സൃഷ്ടിക്കണമേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീ, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീ, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ മാതാവ് ഈശോ വഴി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ, മമ്മിയുടെ പേര് ബിന്ദു. ഞങ്ങൾ വയനാട് ജില്ലയിലെ ദ്വാരക ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി 2020 മമ്മി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. മമ്മി ഇപ്പം 13ാമത്തെ പുതുക്കലാണ്. ഞാൻ 2023 ഞാൻ 3ാമത്തെ പുതുക്കലും. മമ്മിയുടെ കൂട്ടുകാരി വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് മമ്മിക്ക് ഇങ്ങനെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. മമ്മിക്ക് ഇങ്ങനെ കൈയൊന്നും പൊക്കാൻ പറ്റാതെയായി. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്
ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് സായിത്ത് കിട്ടി. അത് മമ്മി വാഷ്റൂമിൽ പോയി പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ശരിയായി. പിന്നെ മമ്മിക്ക് 17 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവലിംഗ് ഒന്നും ഒട്ടും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. മമ്മീൻ്റെ തലവേദനയെല്ലാം മാറി. ഈ സമയത്തൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. നേഴ്സിംഗ് 3rd ഇയർ ആയിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കാലയിലൊരു ആണി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് കോൺടേപ്പ് പൊട്ടിച്ചു. കോൺടേപ്പ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം നനഞ്ഞപ്പോഴത്തേനും അത് കൂടുതൽ സ്പ്രെഡായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മമ്മി പറയുന്ന പോലെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ച് മമ്മീനോട് ഞാൻ പറഞ്ഞ തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കുരിശുവര കഴിഞ്ഞ് മമ്മി ഒരാഴ്ചത്തോളം തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ അത് നോർമലായി, അത് അപ്രതീക്ഷിതമായി. അങ്ങനെ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ആദ്യത്തെ ഒരു അത്ഭുതം. ഇല്ലെങ്കിൽ ആദ്യമായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ നേഴ്സിംഗ് 1st ഇയർ 2nd ഇയർ 3rd ഇയർ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു മെറിറ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എക്സാമിന് മുന്നേ 7 പ്രാവശ്യം പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. പത്രമൊക്കെ കൊണ്ട് കോളേജിൽ പിള്ളേർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ 4th ഇയറിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥിക്കും അവൾക്കും കൂടെ നല്ല മാർക്ക് കിട്ടി, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷനും കിട്ടി. കോളേജ് ഓവറോൾ ഞങ്ങൾക്ക് 2nd കിട്ടി. പിന്നെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞു. ആ സമയത്ത് ഇനി എന്തിനു പോകും, ജോലി എടുത്താലും ഇപ്പം നേഴ്സിംഗ് കടം എടുത്ത് പഠിച്ചു. പുറകെ അനിയത്തിയും നേഴ്സിംഗ് പഠിക്കുന്നു. ഇനിയിപ്പോൾ അനിയൻ +2 കഴിഞ്ഞ് അവനും നേഴ്സിംഗ് എടുത്തു. അപ്പോൾ 3 പേരുടെ പഠനവും കടങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. 10-10,000 രൂപ കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ. അപ്പോൾ ഞാൻ എന്നാൽ ജർമ്മൻ പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ അതും കടം വാങ്ങി തന്നെ ആ സമയത്തൊക്കെ ദൈവം നമുക്ക് ഓരോരുത്തരിലൂടെ എല്ലാം ചെയ്തു തന്നു. പൈസയായാലും കാര്യങ്ങളെല്ലാം മാതാവ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു. ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതണം, അതിനും പൈസ വേണം. പുറകെ അനിയനും നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ സമയത്തും മാതാവ് ഓരോരുത്തരിലൂടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടവായിട്ടും ഒക്കെ ആയിട്ട് മാതാവ് ഞങ്ങളെ ഓരോരുത്തരിലൂടെ സഹായിച്ചു. ഒന്നിനും ഞങ്ങൾക്കൊരു മുട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന രീതിയിൽ. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യത്തിലേക്ക് ഉപ്പ് കൊണ്ടുപോയിടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ തീരെ പറ്റിയിരുന്നില്ല. ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇടുക, അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി, എനിക്ക് ഒരു മൊഡ്യൂളേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ മനസ്സിലായി ഞാൻ അഹങ്കരിച്ച പോലെ എനിക്ക് തീരെ മെറിറ്റൊന്നും ഇല്ല, എൻ്റെ ഒരു കഴിവുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാനൊരു 3 അറ്റംപ്റ്റ് എഴുതി. 3 അറ്റംപ്റ്റ് എഴുതിയിട്ടും എനിക്ക് ഫുള്ള് കിട്ടിയില്ല. ഓരോരോ മൊഡ്യൂളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടി. എന്നിട്ട് ഞാൻ ആ 3ാമത്തെ അറ്റംപ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി എനിക്ക്. അങ്ങനെ ആ എക്സാം എഴുതാൻ പോയി. പക്ഷേ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി, പക്ഷേ എനിക്ക് നല്ല അഹങ്കാരമായിരുന്നു. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ല, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പത്രമൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചങ്ങ് ഉഴപ്പി. ആ ഒരു ഇതിൽ ഞാൻ 3ാമത്തെ അറ്റംപ്റ്റും തോറ്റുപോയി. അത് കഴിഞ്ഞ് 4ാമത്തെ അറ്റംപ്റ്റ് എത്തി. 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ കുമ്പസാരിച്ചു, കുറച്ചും കൂടി എളിമപ്പെട്ടു, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അഹങ്കരിച്ചതുകൊണ്ടുള്ളേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടി. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ 6 അറ്റംപ്റ്റ് എഴുതി. 6ാമത്തെ അറ്റംപ്റ്റിലാണ് ശരിക്കും ഞാൻ ചെയ്തത്. എല്ലാം കറക്റ്റായി ചെയ്തു. ഉടമ്പടി എല്ലാം കറക്റ്റായി നോക്കി. ഞാൻ പത്രമൊക്കെ കറക്റ്റായി കൊടുത്തു. എല്ലാം കറക്റ്റായി ഞാൻ ചെയ്തു. കുമ്പസാരിച്ചു, എല്ലാം ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, രോഗി സന്ദർശനം എല്ലാം ചെയ്ത് കറക്റ്റ് എനിക്കൊരു മൈനസ് വരാത്ത വിധം ഞാൻ എല്ലാം നന്നായി നോക്കി തന്നെ ചെയ്തു. അപ്പം എനിക്കൊരു ബൈബിൾ വാക്യം കിട്ടി. 6 കഷ്ടതകൾ നിനക്ക് ഞാൻ തന്നു, 7ാമതൊന്നും നിന്നെ തൊടുകയില്ലെന്ന്. അപ്പം തന്നെ എനിക്കൊരു ഉറപ്പായി ഇനിയിപ്പോൾ ഞാൻ ജയിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൃപാസന ഉപ്പൊക്കെ ആ സെൻറ്ററിൽ എക്സാം സെൻറ്ററിൽ ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും എക്സാം എഴുതാനായിട്ട് ഒരു സെൻറ്ററിലും വരരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടി. അങ്ങനെ എക്സാം പാസ്സായി. പിന്നെ എൻ്റെ വിസ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് വയനാട്ടിൽ പാസ്പോർട്ട് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കോഴിക്കോട് വന്നിട്ട്
പാസ്പോർട്ടും വിസയും തിരിച്ച് പിന്നെ കൊച്ചിയിലേക്ക് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു റിജക്റ്റ് ആയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാൻ കൊച്ചി പോയപ്പം കുറച്ച് കൃപാസന ഉപ്പൊക്കെ എടുത്ത് എൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോയി നന്നായി പ്രാർത്ഥിച്ചു. എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന വിധം ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു. ഞാൻ പോയി. പക്ഷേ എനിക്ക് വിസ റിജക്റ്റ് ഒന്നും അല്ലായിരുന്നു, വിസ വന്നു. ആ സമയമായപ്പോഴത്തേനും എൻ്റെ വിസ ലേറ്റ് ആയപ്പോഴത്തേനും എൻ്റെ ബാച്ചിൽ പോകേണ്ട പിള്ളേരെല്ലാം ജർമ്മനിയിലെത്തി, അവർക്ക് ക്ലാസ് തുടങ്ങി. അപ്പോഴും എനിക്കൊരു വിഷമം, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞേ പോക്ക് നടക്കുകയുള്ളൂ, കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാനും കൂടുതൽ കാര്യങ്ങൾ തന്നെ ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പം മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുന്നു, കിടപ്പ് രോഗികൾക്കൊക്കെ പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ, എനിക്ക് അന്ന് ജോലിയില്ല, പൈസയൊന്നുമില്ല, ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളതാകെ കുറച്ച് സമയമുണ്ട്, പിന്നെ അധ്വാനം ഇല്ലെങ്കിൽ ആരോഗ്യ എനർജി, അതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഘടന ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കൊക്കെ. അപ്പം ഞാനും അതിൽ പോയി ചേർന്നു. ജസ്റ്റ് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം രാവിലെ പോയാൽ ഉച്ച വരെ. അങ്ങനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും പോയി അതൊക്കെ നന്നായി ചെയ്തു. അങ്ങനെ അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ജർമ്മനിക്ക് കൊണ്ടുവന്ന് അവർ പറഞ്ഞു, എന്നാൽ നീ ഇപ്പം തന്നെ കയറിപ്പോരെ, 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം കൊണ്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സെയിം ആ ബാച്ചുകാരുടെ ഒപ്പം എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നന്നായി തന്നെ നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കാശ് രൂപമൊന്നും കൈ പിടിക്കുകയൊന്നുമില്ല, ഞാനൊരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പം ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഞാൻ ഈ കാശ് രൂപം എടുത്തിടാൻ തുടങ്ങി. എന്ത് വന്നാലും ഇങ്ങനെ സംസാരിക്കും, കൂടുതലായിട്ട് ദൈവത്തോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒറ്റപ്പെടലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോടടുത്തു, ഇല്ലെങ്കിൽ മാതാവിനോടടുത്തു. കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കും. രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും. മാതാവിൻ്റെ കാശ് രൂപം എടുത്തിട്ട് ചുമ്മാ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന നടന്ന കാര്യങ്ങൾ പറയും, ഇല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജർമ്മനിൽ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ചുമ്മാ ഇങ്ങനെ ജർമ്മനിലൊക്കെ പറഞ്ഞു നോക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി. ഇവിടുന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഭാഷ വേറെ. ഭാഷ നമ്മൾ എത്ര ഇവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവർ പറയുന്ന മനസ്സിലാവുമോ ഇല്ലെങ്കിൽ ഇതാവുന്നില്ല. അവർ ഒരു വേർഡ് പോലും ഇംഗ്ലീഷ് പറയത്തില്ല, ഫുൾ ജർമ്മൻ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല. അവരോടിപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാലൊന്നും അവർക്കത് അക്സെപ്റ്റ്. നമ്മൾ 4 വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് ചെല്ലുന്നു, അപ്പം അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കെന്തോ അവിടെ സെറ്റാവുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെയും ഞാൻ എൻ്റെ വാർഡിലും ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ ഉപ്പ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവിടെ സെറ്റായി. എനിക്ക് ആ അറ്റ്മോസ്ഫിയർ കുഴപ്പമില്ല, അവിടുത്തെ ആൾക്കാരോടും അഡ്ജസ്റ്റായി, എല്ലാം അങ്ങനെ ഓക്കെ ആയി വന്നു. ആ സമയത്ത് എക്സാമുണ്ട്, ഇനി രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാമുണ്ട്. രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയും ഉണ്ട് പ്രാക്ടിക്കും ഉണ്ട്. തിയറി എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കം വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ചുമന്ന് ഒരു റെഡ് കളറിലൊക്കെ ആവും, ഫുള്ള് വേർത്ത്. അപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളി പേടിയില്ല. പക്ഷെ എന്നെ കാണുന്ന എക്സാമിനേഴ്സ് പറയുന്നത് എനിക്കെന്തോ പേടിയുണ്ടല്ലോ എന്നുള്ള രീതി പറയും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെയാണ്, എന്തെങ്കിലും എക്സാമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു റെഡ് ആവും, അത് നോർമലാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടെയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് മമ്മിയും പപ്പയൊക്കെ ഇവിടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ഞാനും കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് എപ്പോഴും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ കുമ്പസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഉറപ്പാണ് കിട്ടും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ കുമ്പസാരിച്ച് എക്സാം പ്രാക്ടിക്കം ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായി. ഇപ്പം ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ജനുവരിയിൽ 2 വർഷമാകും. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെല്ലാം ഏകദേശം തീർന്നു തുടങ്ങി. പിന്നെ അനിയൻ്റെ പഠനം, അനിയത്തീൻ്റെ പഠനം. അനിയത്തി ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞു, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനിയൻ നേഴ്സിംഗ് 2nd ഇയർ. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം സെറ്റായി. അതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ വീട് പണിയുവാണെങ്കിൽ ഇപ്പം ഉള്ള സ്ഥലത്തല്ല, കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് പണിയണമെന്ന്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്തോ മനസ്സിൽ തോന്നിയ ഒരു ഇതിന് മമ്മി ഉടമ്പടി എടുത്ത സമയത്ത്, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൽ ഈ സ്ഥലത്ത് പണിതാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെയും കുറച്ചിങ്ങനെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അന്ന് എനിക്കത് മനസ്സിൽ തോന്നി ചെറിയൊരു ആഗ്രഹമാണ്. പക്ഷേ 2020 ഞാൻ അങ്ങനെ ചുമ്മാ വീടിൻ്റെ മുമ്പിൽ നിന്നിപ്പോൾ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ആ സ്ഥലം ഈ 5 വർഷം മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചു. ഇപ്പം ഞാൻ ജോലി കിട്ടി, സാലറി കൊണ്ട് 1/2 ഏക്കർ സ്ഥലം മേടിച്ചു. അങ്ങനെ വീട് പണി തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും സെറ്റായി.
അനിയൻ്റെ പഠനം, അനിയത്തിൻ്റെ പഠനം എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. വീട്ടിലെ സമാധാനം എല്ലാം കൊണ്ടും ഞങ്ങൾ ഓക്കെ ആയി. പിന്നെ ഞാൻ കൂടുതലായിട്ട് പത്രങ്ങൾ കൊടുത്തത് ആദ്യമൊക്കെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയാൽ എവിടെ പോയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ യൂത്തായിട്ടുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കൂടെ മമ്മിയും പപ്പയൊക്കെ ആയാലും അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അയൽവക്കക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേരാരും കൂടുതൽ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോകുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെല്ലും, എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാരെ പിള്ളേരൊക്കെ വരും. ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരായാലും എന്നോട് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ ഈ പത്രം കൊടുത്ത് കൂടുതൽ അവരോട് പറഞ്ഞൊക്കെ കൊടുക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ സങ്കടം അനുഭവിക്കുന്ന എന്നെപ്പോലെയുള്ള പിള്ളേരായിരിക്കും. ഇപ്പം കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യും, പഠിച്ചിട്ട് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനിയൊരു ജോലി വേണം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പിള്ളേരായിരിക്കും തോന്നിയുകൊണ്ട് തന്നെ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ അവർ റിജക്റ്റ് ചെയ്യും എന്നോട്. പിന്നെ നീ പോയോന്ന് എന്നോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കുറേ അനുഗ്രഹമുണ്ട്. അപ്പോൾ അതും അവർക്കും അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ കൂടുതലായിട്ട് യൂത്തിന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ ജർമ്മനി പോകുമ്പോഴായാലും ഇതെൻ്റെ ഫസ്റ്റത്തെ ലീവാണ്. ഞാനായാലും ജർമ്മൻ പത്രമാണ് ഞാൻ മേടിച്ചു. അത് അവിടെയുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു. എല്ലാം അത്യാവശ്യം സക്സസ് ആയി പോകുന്നു. അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ മാതാവും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അബി ജോർജ്. ഞാൻ UK ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് മാതാവ് എനിക്ക് UK ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചതും അതുപോലെ അതിനെ തുടർന്ന് വർക്ക് വിസ ലഭ്യമായതിനെ പറ്റിയാണ്. 2021 ആണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് UK ഉപരിപഠനത്തിനായി പോകാൻ പറ്റിയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 2022 കോഴ്സ് പാസ്സാകാൻ പറ്റുകയും അതിനുശേഷം UK ഗവൺമെൻറ്റിൻ്റെ PSW വിസ എനിക്ക് കിട്ടി. ആ വിസയിൽ നിൽക്കുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുകയും അതുപോലെ തന്നെ ജോലി നോക്കുകയും ചെയ്യാം. ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. പക്ഷേ 4-5 മാസമായിട്ടും എല്ലാ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ഒരു സക്സസ് ആയിട്ടില്ലായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പോലും കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. റിജക്ഷൻ ആയിരുന്നു എല്ലാത്തിൻ്റെയും അവസാനത്തെ ഇത്. അപ്പോഴാണ് ഞാൻ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. അതിനുശേഷം ഞാനൊരു ദിവസം സായന പ്രാർത്ഥന ചെല്ലുകയുണ്ടായി. ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ ചെല്ലുന്നതിനിടയിൽ എനിക്കൊരു മെയിൽ വന്നു, നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നു. പ്രയർ കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അതിൻ്റെ കമ്പനിയിൽ നിന്നായിരുന്നു. എനിക്ക് ഇമെയിൽ വന്നത് എനിക്കവിടെ എൻ്റെ ഇൻ്റർവ്യൂ അവർക്ക് പെർഫോമൻസ് ഇഷ്ടമാവുകയും അതിൻ്റെ ഓഫർ ലെറ്ററാണ് അതിൽ വന്നത്. എത്രയും വേഗം ജോലിക്ക് ജോയിൻ ചെയ്യാനായിരുന്നു ആ ഇമെയിൽ വന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എനിക്ക് ജോലി തന്നതിൽ. അതുപോലെ ജോലി കഴിഞ്ഞു അടുത്ത കടമ്പ എന്ന് പറയുന്നത് അവിടെ ഒരു വർക്ക് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞത് 2 വർഷം കഴിയുമ്പോൾ വർക്ക് വിസ നൽകാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ജോലി കയറി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് UK ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരാൻ പ്ലാനിട്ടത്. അതായത് 40,000 പൗണ്ടിന് മേളിൽ സാലറി ഉള്ളവർക്ക് മാത്രമേ വിസ കൊടുക്കാൻ ഇനി പറ്റത്തുള്ളൂ എന്നായിരുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് മാതാവ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നൊരു നിയമം പോലെയായിരുന്നു. കാരണം ഞാനത് ഇങ്ങനൊരു നിയമം എൻ്റെ മാനേജറിനോട് എൻ്റെ HR-നോടും പറയുകയുണ്ടായി. അപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ നിയമം മാറുന്നതിന് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ അവർ വിസ പ്രോസസ്സിങ് തുടങ്ങി. വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പനി ആദ്യമേ UK ഗവൺമെൻറ്റിന് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം. ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞൊരു പേപ്പർ UK ഗവൺമെൻറ് നമുക്ക് തരും. എന്നാലേ എനിക്കത് വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ കമ്പനി അത് അപ്ലൈ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തു ഒരു 1.5 മാസമായിട്ടും കിട്ടാതെയായി. 2024 ഏപ്രിൽ 4-ാം തീയതി വിസ നിയമം മാറും.
മാർച്ച് അവസാനമായിട്ടും ആ പേപ്പർ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, എനിക്കത് ഏപ്രിൽ 4-ാം തീയതിക്ക് മുമ്പ് തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരമായപ്പോൾ എനിക്ക് UK ഗവൺമെൻറ്റിൽ നിന്ന് ആ പേപ്പർ കിട്ടുകയും നിയമം മാറുന്നതിന് മുമ്പ് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് വിസ അപ്രൂവായി അവിടെ കണ്ടിന്യൂ ചെയ്യാനും പറ്റി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഓർഫനേജുകളിലൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട്, അതുപോലെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിൽ ശേഷം കൂടുതൽ പള്ളി കാര്യങ്ങളിലൊക്കെ ആയിട്ട് അടുക്കാൻ സാധിച്ചു. അതുപോലെ ആത്മീയമായും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകാൻ ഇപ്പോൾ തോന്നാറുണ്ട്. നേരത്തെ ഒന്നും അത്രയും മടിയായിരുന്നു, തോന്നാറില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷവും ഓരോ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് കൂടുതൽ മാതാവിനോട് അടുക്കാൻ സാധിച്ചു. ഇനിയും ഈ ഉടമ്പടിയിൽ എനിക്ക് കൂടുതലായി അടുത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.